ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്നും വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, അവർക്ക് പ്രത്യേക നന്ദിയുണ്ട്. ഇതിൽ ഷാഹിദ എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഉരുളക്കിഴങ്ങൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാട്ടോ. ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഉടച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ട് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക കേട്ടോ. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇത് നമുക്ക് ആ സ്നാക്കിൻ്റെ കൂടെ അങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി കൂടി പോവരുത്, കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് മാത്രമായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ 2 ചെറിയ വെളുത്തുള്ളീൻ്റെ അല്ലി ചതച്ചിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ചേർക്കുന്നത്. ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ക്രീം ചീസാണ് ചേർത്തിട്ടുള്ളത്. ചീസും കൂടെ ചേർക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചീസ് വീട്ടിലില്ലാത്തവരാണെങ്കിൽ ചീസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലും കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചീസ് ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കുക. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് 1/4 കപ്പ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് പകരം നിങ്ങൾ മൈദ ചേർക്കരുത്. മൈദ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്നാക്കിനെ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടൂല. കോൺഫ്ലോർ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കുക. ഇനി നമുക്കിതൊരു ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ മൈദ ഇട്ടിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ തന്നെ ഇട്ടിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ കോൺഫ്ലോറിനൊന്നും അധികം വിലയില്ലാത്ത പൊടിയാണ്, നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ആർക്കും കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തണ്ട കേട്ടോ, കുറച്ച് കനത്തോടു കൂടി പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. ഷേപ്പിലൊന്നും വലിയ കാര്യമില്ല, ടേസ്റ്റ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു സൈഡും ഞാനൊന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങൾ വീണ്ടും നമ്മൾ പരത്തിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ബാക്കിയുള്ള പീസൊന്നും നിങ്ങൾ കളയരുത്. നമ്മൾ ആ ഒരു സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലെ മുറിച്ചതിന് ശേഷം നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുക കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല പോലെ ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ കോൺഫ്ലോർ ആയത് കാരണം തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ, അതുപോലെ ചീസൊക്കെ ഉള്ള സമയത്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ചീസ് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ചീസ് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ നമ്മൾ ആ ഒരു സമയത്ത് ഉരുളക്കിഴങ്ങിൽ ഉപ്പുണ്ടായിരുന്നു, ക്രീം ചീസിൽ ഉപ്പുള്ളത് കാരണം എക്സ്ട്രാ ഉപ്പ് ചേർക്കാത്ത കേട്ടോ. ഞാൻ ആ ഒരു സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കുക. 2 ഭാഗവും നല്ലപോലെ മൊരിയിച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.